എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ JLT എക്സാമൊക്കെ കഴിഞ്ഞു. നമ്മളൊരു JLT അവലോകനം എന്നൊരു പേരിലൊരു വീഡിയോ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിലൂടെ എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ അതേ ഒരു അഭിപ്രായം തന്നെയാണ് നിങ്ങളുടേതും എന്നാണ്. വളരെ സന്തോഷം. കാരണം ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്രാവശ്യത്തെ JLT എക്സാമിന് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നമുക്കറിയാം ബേസിക് ക്വാളിഫിക്കേഷനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ല ഇപ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമായും ശക്തമായും മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇനി വരുന്ന JLTക്ക് BEd കൂടി വേണം എന്നുള്ളൊരു വാർത്ത കൂടി കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണോ സത്യമാണോ തെറ്റാണോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അറിയുന്നവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ. BEd കൂടിയേ തീരൂ എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്, ഫ്രണ്ട്സൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഒരുപാട് പേരുടെ BEd ഇല്ലാത്തവരുടെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അല്ലേ. ഇനി UP ലെവൽ ടീച്ചേഴ്സ് ആകണ്ടെങ്കിൽ എന്താണ് BEd കൂടിയേ തീരൂ എന്നൊരു ഓപ്ഷൻ കൂടി വെച്ചിട്ടുണ്ട് എന്നാണ് കേട്ടത്. അങ്ങനെയാണെങ്കിൽ BEd ഇല്ലാത്തവരുടെയും ഏജ് ഓവറായി നിൽക്കുന്നവരുടെയൊക്കെ അവസരങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് മാറുക അല്ലേ. കാലത്തിനനുസരിച്ച് മാറുക എന്ന് പറയും. കാലം മാറും തോറും കോലം മാറും എന്ന് പറയുന്ന പോലെ കാലത്തിനനുസരിച്ച് നമ്മളും നീങ്ങേണ്ടതാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആധുനിക കവിത ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് കണ്ടമാനം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. 12 മാർക്സിനൊന്നും അല്ല വന്നിട്ടുള്ളത്, വളരെ ക്വസ്റ്റ്യൻസ് ആ ഭാഗത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് വിഷയവസ്തു പാത്രമൊക്കെ ചോദിക്കാറുണ്ട്, പക്ഷേ വിഷയവസ്തു ഒന്നും അങ്ങനെ ചോദിച്ചിട്ട് കാണാറില്ല. ഒരു പുതിയൊരു തന്ത്രമാണ് PSCയുടെ. പിന്നെന്താണ് സുമേലിത് കീജിയ, അത് ഒരു സീറ്റർ ലെവലിലൊക്കെയാണ് ഞാൻ കാണാറുള്ളത്. പിന്നെ സെറ്റിനും നെറ്റ് എക്സാം അങ്ങനെ ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസാണ് അവിടെയൊക്കെ കണ്ടത്. പിന്നെ ആ ഒരു രചനകളൊക്കെ വളരെ റെയറായിട്ടുള്ള രചനകളൊക്കെ ആയിരുന്നു അല്ലേ. നമുക്ക് അത്ര വലിയ പരിചിതമില്ലാത്ത രചനകളൊക്കെ ആയിരുന്നു വന്നത്. അതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. പിന്നെ അലങ്കാറിൽ വരുമ്പോൾ ഉത്പ്രേക്ഷയുടെ ഭേദങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത്. അതും അത്ര പരിചിതമില്ലാത്ത ഏരിയ ആയിരിക്കും. കാരണം ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതും അത്ര പരിചയം ഇല്ലാത്തൊരു ഏരിയ ആയിരിക്കാം. അതും ഒരു ചതിയാണ്. ഇതുവരെ JLT എക്സാമിന് ഇത്ര ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് കണ്ടിട്ടില്ല. ഒരു 2018 പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, വളരെ ഈസി ആയിട്ടുള്ള എക്സാം ആയിരുന്നു 2018. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് PSCയുടെ ഈ 2024 JLT കഴിഞ്ഞ JLTയുടെ GK ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉത്തരമൊക്കെ അറിയാം, എങ്കിലും നമുക്കൊന്ന് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ വാസ് ഫ്ലാഗ്ഡ് ഓഫ് ഇൻ കേരള with the help of Christian missionaries who started English education in Kerala. ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത് റവർ മീത് ഡൗസൺ, ഡോക്ടർ ബുർണാഡിൻ, ബച്നലി, റവർ ഹബീഖ്, ഓൾ ഓഫ് ദ എബോവ് എന്നാണ്. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ. റവർ മീഡ് ഡൗസൺ ആണ് ആൻസറായി വരുന്നത്. അതായത് മീഡ് ഡൗസൺ ആണ് കേരളത്തിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം ഈ ക്രിസ്ത്യൻ മിഷണറീസ് തന്നെയാണ് കേരളത്തിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. പേരുകളൊക്കെ കുറച്ച് വിഷമമുള്ളതായതുകൊണ്ട് എങ്കിലും വായിച്ചിട്ടുള്ളവരാണെങ്കിൽ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. സെക്കൻഡ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് പൊയ്ക്കൽ ശ്രീകുമാര ഗുരുദേവൻ. ഇത് നവോത്ഥാനത്തിൻ്റെ കേരള നവോത്ഥാനത്തിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? ഫൗണ്ടർ ഓഫ് സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്റ്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. സെക്കൻഡ് വൺ, സ്പിരിച്വൽ ലീഡർ, പോയറ്റ്, ദളിത്, എമാൻസിപ്പേറ്റർ. സി, പൊയ്ക്കൽ യോഹന്നാൻ. ഡി, ഓൾ ഓഫ് ദ എബോവ്.
അപ്പോൾ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദ അബവ്. ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? ശരിയാണ്. അപ്പോൾ ശ്രീകുമാര ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊയ്കയിൽ യോഹന്നാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം അല്ലേ? പൊയ്കയിൽ യോഹന്നാൻ. അപ്പോൾ കുമാരഗുരുദേവൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപരനാമാണ് കുമാരഗുരുദേവൻ. പിന്നെന്താണ്? അദ്ദേഹം എന്താണ്? പറയ സമുദായത്തിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. ക്രിസ്ത്യൻ മതത്തോടുള്ള ഒരു ആകർഷണം തോന്നിയിട്ടാണ് അദ്ദേഹം ക്രിസ്ത്യൻ മതം സ്വീകരിച്ചതും യോഹന്നാൻ എന്ന പേര് സ്വീകരിച്ചതും അല്ലേ? അങ്ങനെയാണ് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ എന്നായത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയൊക്കെ അദ്ദേഹം സ്ഥാപിച്ചതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. നവോത്ഥാനത്തിൻ്റെ ഭാഗം വായിച്ചു പോകുമ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം എന്താണ്? പൊയ്കയിൽ യോഹന്നാൻ, അതായത് ശ്രീകുമാര ഗുരുദേവനെ കുറിച്ചാണ് എന്നുള്ളത്. തേർഡ് വൺ, വിച്ച് among the following newspaper is not related to the Renaissance of Kerala? അപ്പോൾ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെടാത്ത ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കണം എന്ന് പറയാൻ കാരണം ഇതാണ്. നോട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഹിന്ദിയിൽ നെഹീം എന്ന് വന്നിട്ടുണ്ടാകും, അതേപോലെ നോട്ട് ഇവിടെ. വിച്ച് among the following newspaper is not related, അത് അണ്ടർലൈൻ ഇട്ട് നമ്മൾ പറയണം. നോട്ട് റിലേറ്റഡ് ടു ദ റിനൈസൻസ് ഓഫ് കേരള. കാരണം നമ്മൾ ഹറിബറി ആയിട്ട് വായിച്ചു പോകുമ്പോൾ നമ്മൾ ആ നോട്ട് കാണില്ല, നമ്മളതിൻ്റെ മീനിങ് മനസ്സിലാക്കത്തില്ല. അപ്പോൾ നമ്മൾ ആൻസർ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയാട്ടെ. സ്വദേശാഭിമാനി, രാജസമാചാരം, ഹരിജൻ, പിന്നെന്താ പശ്ചിമോദയം. അപ്പോൾ ഈ സ്വദേശാഭിമാനിയും രാജസമാചാരവും പശ്ചിമോദയമൊക്കെ എന്താണ്? കേരളത്തിലെ പത്രികകളാണ് അല്ലേ? അപ്പോൾ നോട്ട് റിലേറ്റഡ് ടു റിനൈസൻസ് ഓഫ് കേരള എന്നാണ്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഹരിജനാണ്. ഹരിജൻ ആരുടെ പത്രിക? ഹരിജൻ ആരുടെ പത്ര? മഹാത്മാഗാന്ധിയുടെ പത്രമാണ്. അപ്പോൾ നമുക്ക് വേഗം ഉത്തരം കിട്ടും. ഫോർത്ത് വൺ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റിനൈസൻസ് ലീഡർ യൂസ്ഡ് ഫോർ ദ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ കേരള? അപ്പോൾ കേരളത്തിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയതാരാണ്? നമുക്കെല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരുവാണ് അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, പുരോഗമന സാഹിത്യ പ്രസ്ഥാനം വാസ് ഫോംഡ് ഓൺ. ഇത് എല്ലാവർക്കും അറിയുമെന്നുള്ളത് കൺഫ്യൂഷനാണ്. കാരണം ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം എന്നുള്ളത് അത്ര അങ്ങനെ ഫേമസ് ആയിട്ട് നമ്മൾ കേട്ട് വരാത്തൊരു സംഭവമാണ് അല്ലേ? അപ്പോൾ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം 1981 ഓഗസ്റ്റ് 14 ഫോം ചെയ്തത്. 1981 ഓഗസ്റ്റ് 14 ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരാണ്? വൈലോപ്പിള്ളിയാണ് എന്ത് പ്രസിഡൻ്റ് അല്ലേ? ഫസ്റ്റ് പ്രസിഡൻ്റ് ആരാണ്? വൈലോപ്പിള്ളിയാണ്. വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ് ഫസ്റ്റ് പ്രസിഡൻ്റ് ഓഫ് പുരോഗമന കലാസാഹിത്യ സംഘം എന്ന്. അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്? ഹൂ among the following historians wrote the book titled പെരുമാൾസ് ഓഫ് കേരള? അപ്പോൾ പെരുമാൾസ് ഓഫ് കേരള എന്ന ബുക്ക് രചിച്ചത് ആരാണ്? MGS നാരായണൻ. അപ്പോൾ അതൊക്കെ കറണ്ട് അഫയേഴ്സിലും GK ചോദിക്കുന്നൊരു പൊതുവെ വരുന്നൊരു ക്വസ്റ്റ്യൻസാണ്. പെരുമാൾസ് ഓഫ് കേരള എന്ന ബുക്ക് രചിച്ചത് ആരാണ്? MGS നാരായണനാണ്. സെവൻത്, ഹൂ ലെഡ് സോൾട്ട് സത്യാഗ്രഹ ഇൻ കോഴിക്കോട്? അപ്പോൾ കോഴിക്കോട് ആരാണ് ഉപ്പ് സത്യാഗ്രഹം നയിച്ചത്? നമ്മൾ ചാടിക്കേരി ഉത്തരം എഴുതും, KK എളപ്പൻ അല്ലേ? അപ്പോൾ ഉത്തരം തെറ്റിപ്പം. നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. കേരളത്തിലല്ല, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് നമുക്കറിയാം KK എളപ്പനാണ് അല്ലേ? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന KK എളപ്പനാണ്. പക്ഷേങ്കിൽ എവിടെയാ? കോഴിക്കോടാണ്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാനാണ് അല്ലേ? ബേപ്പൂർ നയിച്ചതാണെന്നാണ് നമ്മൾ നവോത്ഥാനത്തിൻ്റെ ആ ഒരു ഭാഗത്ത് വായിച്ചിട്ടുള്ളത്. മുഹമ്മദ് അബ്ദുറഹ്മാനാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം നയിച്ചത്. അപ്പോൾ ഓപ്ഷൻസൊക്കെ നന്നായിട്ട് വായിക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ നമ്മൾ കറക്റ്റ് ഓപ്ഷൻസ് ഉത്തരം ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്? ഉപ്പ് സത്യാഗ്രഹമൊക്കെ നന്നായിട്ട് പഠിച്ച കാര്യങ്ങളല്ലേ? അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
നെക്സ്റ്റ് വൺ, മലയാള വിലാസം വിച്ച് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് മോഡേൺ മലയാളം പോയട്രി വാസ് കമ്പോസ്ഡ് ബൈ വള്ളത്തോൾ നാരായണ മേനോൻ, കുമാരനാശാൻ, സുഗതകുമാരി. ഉത്തരം എന്താണ്? ഡി ആണ്. നൺ ഓഫ് ദീസ് ആണ് അല്ലേ, അവരൊന്നുമല്ല, നൺ ഓഫ് ദീസ് ആണ്. നെക്സ്റ്റ് വൺ, ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് പുരോഗമന കലാസാഹിത്യ സംഘം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ആരാണ്? വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ് ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് പുരോഗമന കലാസാഹിത്യ സംഘം. അദ്ദേഹത്തിൻ്റെ സപ്തതി ആഘോഷിക്കുമ്പോഴാണ് ഈ ഒരു സംഘം രൂപീകരിച്ചത് കേട്ടോ. 1981 ഓഗസ്റ്റ് 14 രൂപീകരിച്ചത്. 10th question, name the author of Treatment of Thiyas in Travancore. വെരി ഈസി. ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ആരുടെ ബുക്കാണ്? എല്ലാവർക്കും അറിയാം, ഡോക്ടർ പൽപുവിൻ്റേതാണ് അല്ലേ, ഡോക്ടർ പൽപുവിൻ്റേതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയ. നെക്സ്റ്റ് വൺ, മലബാർ ഈസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് സീഷോർ മൗണ്ടൻസ്, തുളുനാട്, സ്പൈസസ്. എനിക്ക് തോന്നുന്നു ഇതൊരു കൺഫ്യൂഷൻ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒരുപാട് ആൾക്കാർ മലബാർ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം സ്പൈസസ് ആണെന്നുള്ള മെയിനായിട്ട് അല്ലേ. മലബാർ ഈസ് നോൺ ആസ് ലാൻഡ് ഓഫ് സ്പൈസസ്, അത് ചാടി കീയിൽ ഉത്തരം എഴുതിയിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ റെക്ടിഫൈഡ് ആൻസർ കീയിലൊക്കെ എന്താ മൗണ്ടൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? നിങ്ങളൊന്ന് പറഞ്ഞേ. സീഷോർ ആണോ എന്ന് ചോദിച്ചാൽ അതും ഒരു ഡൗട്ട്ഫുള്ളായിട്ട് നമുക്ക് വരും അല്ലേ. മലബാർ, ആ മലബാർ എന്ന് പറയുന്നത് നമ്മൾ കണ്ണൂരൊക്കെ കടൽ തീരം കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ. അപ്പോൾ സീഷോർ ആണോ എന്നൊരു ഡൗട്ടും നമ്മുടെ ഉള്ളിൽ വരും. പിന്നെ റെക്ടിഫൈഡ് ആൻസർ കീഴിൽ വന്നത് മൗണ്ടൻസ് ആണ്, പക്ഷേ അധികം ആൻസർ ചെയ്തിരിക്കുന്നത് സ്പൈസസ് ആണ്. അപ്പോൾ വാട്ട് വിൽ ദ ആൻസർ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അവിടെ. നിങ്ങൾ പറയൂ ആൻസർ എന്തായിരിക്കും? PSC ആണോ തെറ്റിച്ചത്, നമ്മളാണോ തെറ്റിച്ചത്, ആരാണ് തെറ്റിച്ചത്? ഐ തിങ്ക് സ്പൈസസ്, അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ PSC എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. ലെറ്റ്സ് സി. നെക്സ്റ്റ്, P.N. Panikar, who is known as the father of library movement in Kerala. A day of September is known as Kerala ഗ്രന്ഥശാല ഡേ. അപ്പോൾ ഗ്രന്ഥശാല ഡേ എപ്പോഴാണ്? എല്ലാവർക്കും അറിയാം, September 14 ആണ് അല്ലേ. ജൂൺ 19 എന്താണ്? വായനാ ദിനമാണെന്ന് നമുക്കറിയാം. P.N. പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇപ്പോൾ September 14 എന്താണ്? ഗ്രന്ഥശാല ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ്, ഭാരത കേസരി വാസ് എ റൈറ്റർ, ഒറേറ്റർ, ടീച്ചർ, സോഷ്യൽ റിഫോമർ ആൻഡ് പൊളിറ്റീഷ്യൻ. ഭാരത കേസരി സ്റ്റാൻഡ്സ് ഫോർ, ആരാണ് ഭാരത കേസരി എന്നറിയപ്പെടുന്നത്? എല്ലാവർക്കും അറിയാം, മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ മന്നത്ത് പത്മനാഭൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഓർമ്മ വരിക? NSS ഫസ്റ്റ് നമുക്ക് ഓർമ്മ വരുന്നൊരു കാര്യമാണ് അല്ലേ. പിന്നെ സവർണജാഥ, അദ്ദേഹം നയിച്ച സവർണജാഥയും നമുക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മന്നത്ത് പത്മനാഭനാണ് ഭാരത കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളൈ വാസ് ദ എഡിറ്റർ ഓഫ് സ്വദേശാഭിമാനി ഇൻ കേരള. ഹി റോട്ട് ദ ബയോഗ്രഫി ഓഫ് കാൾ മാർക്സ് ഇൻ മലയാളം. ദ വൈഫ് ഓഫ് രാമകൃഷ്ണ പിള്ളൈ വാസ് നെയിംഡ് ആസ്. അപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ഭാര്യയുടെ പേരാണ്. ആ നവോത്ഥാന ആ ഒരു ഭാഗം വായിച്ചിട്ട് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആരാണ് ഉത്തരം? കല്യാണിയമ്മ, ബി കല്യാണിയമ്മ എന്നാണ് ആ ഒരു നവോത്ഥാന പാർട്സിലൊക്കെ ഉള്ളത്. ബി കല്യാണിയമ്മ, അദ്ദേഹത്തിൻ്റെ വൈഫാണ് ബി കല്യാണിയമ്മ. അപ്പോൾ കല്യാണിയമ്മയാണ് ആത്മകഥ എഴുതാൻ ആദ്യമായിട്ട് ആത്മകഥ എഴുതിയ ഒരു വനിത എന്ന് പറയുന്നത്. ഏതാണ്? വ്യാഴവട്ട സ്മരണകളാണ് കല്യാണിയമ്മയുടെ ആത്മകഥ. ഓക്കെ. നെക്സ്റ്റ്, CMS missionaries found a college at Kottayam. Thomas Norton was the pioneer among the CMS missionaries to promote education to the oppressed and slave caste in Kerala. When was CMS college started? CMS കോളേജ് കോട്ടയാണ്. CMS പ്രസ്സും കോട്ടയാണ്. ഫസ്റ്റ് പ്രസ്സാണ് കേരളത്തിലെ CMS പ്രസ്. ഇപ്പോൾ കോളേജ് ഏതാ? CMS കോളേജാണ്. അപ്പോൾ CMS കോളേജ് സ്റ്റാർട്ട് ചെയ്തത് ഏത് ഇയറാണ്? 1870 അല്ലെ, 1817 CMS കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ദ ചാന്നാർ ലഹള ഓർ ചാന്നാർ റിവോൾട്ട്, ഓൾസോ കോൾഡ് മാറുമറക്കൽ സമരം, റെഫർ ടു ദ ഫൈറ്റ് ഫ്രം 1813 to 1859 ഓഫ് നാദർ ക്ലൈംബർ വുമൻ ഇൻ ട്രാവൻകൂർ കിങ്ഡം ഓഫ് ഇന്ത്യ ഫോർ ദ റൈറ്റ് ടു വിയർ അപ്പർ ബോഡി, ഹു വാസ് ദ ലീഡർ ഓഫ് ചാന്നാർ റിവോൾട്ട്. അപ്പോൾ ചാന്നാർ ലഹളയുടെ
അല്ലേ? ചാന്നാർ ലഹള നമ്മൾ കേട്ടിട്ടുണ്ട്, മാറുമറക്കൽ സമരം. ആരാണ് ചാന്നാർ ലഹള മാറുമറക്കൽ സമരത്തിൻ്റെ നയിച്ചതാരാണ്? വൈകുണ്ഠസ്വാമിയാണ് അല്ലേ? വൈകുണ്ഠസ്വാമിയാണ് മാറുമറക്കൽ സമരം അല്ലെങ്കിൽ ചാന്നാർ റിവോൾട്ട് ഒക്കെ ആരുടേതാണ്? വൈകുണ്ഠസ്വാമി. നവോത്ഥാനം വായിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ വുമൻ ഹു ഇൻക്ലൂഡഡ് ഇൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിവിസ്റ്റ് ഫ്രം ട്രാവൻകൂർ. എല്ലാവർക്കും അറിയാം, അക്കാമ ചെറിയാനാണ് അല്ലേ? ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കാമ ചെറിയനാണ്. പിന്നെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് പറയുന്നത് ആരാണ്? അക്കാമ ചെറിയാനാണ്. അതെല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? നെക്സ്റ്റ്, വൈക്കം സത്യാഗ്രഹ ഫ്രം 13 March 1924 to 23 November 1925 was non-violent agitation for access to the prohibited public environs of the Kingdom of Travancore. The campaign was led by one of the following leaders. ആരാണ്? ഉത്തരം TK മാധവനാണ്. ഇത് ഇതിനെ കുറിച്ചിട്ടാണ്? വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചിട്ടാണ് അല്ലേ? അപ്പോൾ ഇത് നന്നായിട്ട് വായിക്കണം കേട്ടോ. നമ്മൾ AK ഗോപാലൻ കൃഷ്ണൻ അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഓപ്ഷൻസ് നോക്കിയിട്ട് ഉത്തരം എഴുതരുത്. നന്നായിട്ട് വായിച്ചിട്ട് വേണം ആ ഒരു ആൻസറിലേക്ക് നമ്മളെത്താൻ. TK മാധവനാണ് ആൻസർ. നെക്സ്റ്റ്, എ മെമ്പർ ഓഫ് റോയൽ ഫാമിലി ഓഫ് കേരള വാസ് നോൺ ആസ് കേരള വ്യാസൻ ഹു ട്രാൻസ്ലേറ്റഡ് മഹാഭാരത. ഹിസ് ആക്ച്വൽ നെയിം വാസ്. നമുക്കറിയാം, കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. പക്ഷേങ്കിൽ PSCയുടെ ആൻസർ എന്തായിരുന്നു? രാമവർമ്മ എന്നായിരുന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേട്ടോ. അപ്പോൾ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ആൻസർ. നെക്സ്റ്റ്, കുഞ്ഞിരാമൻ മേനോൻ ഹിംസെൽഫ് ക്ലെയിംഡ് ദാറ്റ് ദ കേരള Patrika was the first newspaper in Malayalam in the Malabar district. It was printed from Vidyavilasam Press. Identify the person from the following the father of Kerala Press. അപ്പോൾ കേരള പ്രസ്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലിയാണ് അല്ലേ? ബെഞ്ചമിൻ ബെയ്ലി, റവർ ബെഞ്ചമിൻ ബെയ്ലിയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ആൾക്കാരുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ആരായിരിക്കും? ചാവറയച്ചനാണോ എന്നുള്ളത് അല്ലേ? ചാവറയച്ചൻ്റെ ഒരു വാഴത്തട സമരമുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഫസ്റ്റ് ഒരു വാഴത്തടയിൽ ഇതാക്കിയിട്ട് പ്രസ് പോലെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാവറയച്ചനാണോ എന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് നസ്രാണി ദീപിക എന്നാ തോന്നുന്നു. ചാവറയച്ചൻ ആ ഒരു ഫസ്റ്റ് പത്രികയുടെ പേര് അവരുടെ പ്രസ്സിൽ നിന്ന്, അവരുണ്ടാക്കിയ ആ പ്രസ്സിൽ നിന്ന് അച്ചടിച്ച പത്രിക നസ്രാണി ദീപിക എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, മേ ബി. അപ്പോൾ ആ ഒരു സംശയം ചില ആൾക്കാരുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ശരിക്കും നമ്മൾ പത്രികയുടെ പേര് നോക്കണം. ഇറ്റ് വാസ് പ്രിൻറ്റഡ് ഫ്രം വിദ്യാവിലാസം പ്രസ്. പ്രസ് ചെയ്ത വിദ്യാവിലാസം പ്രസ്സാണ്. എന്താണ്? കേരള പത്രിക വാസ് ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ മലയാളം എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ മലയാളം, അതും മലബാർ ഡിസ്ട്രിക്റ്റിലെ ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പർ പ്രിൻ്റ് ചെയ്ത പ്രസ് എവിടെ നിന്നാണ്? വിദ്യാവിലാസം പ്രസ്. അപ്പോൾ അത് ആരാണ് ഫാദർ ഓഫ് കേരള പ്രസ് എന്നറിയപ്പെടുന്നത്? അപ്പോൾ ബെഞ്ചമിൻ ബ്രെയ്ലിയാണ് ആൻസർ. ഓക്കെ, അതായത് CMS പ്രസ്സാണ് അദ്ദേഹം സ്ഥാപിച്ചത് കേട്ടോ, കോട്ടയത്താണ്. അതാണ് ഈ ഒരു ബെഞ്ചമിൻ ബെയ്ലിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസിയായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. കാരണം ഒരു 2 ക്വസ്റ്റ്യൻസ് പോലെ നമുക്കൊരു കൺഫ്യൂഷൻ പോലെ ഈ അധികമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ആ ഒരു PSCയുടെ ആൻസറിൽ രാമവർമ്മ എന്ന് കണ്ടു എന്ന് പറഞ്ഞു. അതേപോലെ വേറൊന്നെന്താണ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ചെറിയൊരു കൺഫ്യൂഷൻ വന്ന് ഇത് മലബാർ ഈസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് അതും സ്പൈസസ് ആണ് അധികം ആൻസർ ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇപ്പോൾ PSC മൗണ്ടൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ എന്താണ് ആൻസർ എന്ന് അറിയാം. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന്
നവോത്ഥാനം നന്നായിട്ട് ഇന്ന് മുതൽ വായിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ കയ്യിൽ ഏത് റാങ്ക് ഫയലാണോ ഉള്ളത് അതൊന്ന് നിങ്ങൾ നന്നായിട്ട് വായിക്കുക. ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേരള നവോത്ഥാനത്തെക്കുറിച്ചിട്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ. കാരണം നവോത്ഥാന നായകരുടെ പേരും അവരുമായി ബന്ധപ്പെട്ട സമരങ്ങളും സത്യാഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് ഒരു 2-3 വീഡിയോസ് ചെയ്യേണ്ടി വരും. കാരണം ഒരുപാട് നവോത്ഥാന നായകരുണ്ട്. അതുകൊണ്ട് 2-3 വീഡിയോ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് നമുക്ക് ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഹിന്ദി ഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്.